എല്ലാവർക്കും നമസ്കാരം. ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് പാസ്സാകുവാൻ 4 ടെസ്റ്റുകളിൽ രജിസ്ട്രേഷൻ ആക്ട് ആൻഡ് റൂൾ ടെസ്റ്റ് 1 പേപ്പർ 1 രജിസ്ട്രേഷൻ ആക്ട് ആൻഡ് റൂൾ ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ പേര് റിയാദ് MA, തൃശ്ശൂർ ചിട്ടി ഇൻസ്പെക്ടറാണ്. രജിസ്ട്രേഷൻ ആക്ട് ഒരു സമ്പൂർണ്ണ നിയമ സംഹിതയാണ്. ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച നിയമങ്ങൾ ഏകീകരിക്കുന്നതിനാണ് രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നത്. 1909 ജനുവരി 1 മുതൽ രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നു. 94 വകുപ്പുകളാണ് രജിസ്ട്രേഷൻ ആക്ടിലുള്ളത്. ഈ 94 വകുപ്പുകൾ 15 ഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് രജിസ്ട്രേഷൻ ആക്ടിന് ആദ്യത്തെ പേര്. പക്ഷേ 1969 ഭേദഗതി സെക്ഷൻ 2 പ്രകാരം ഇന്ത്യൻ എന്നുള്ള വാക്ക് വിട്ടുകളഞ്ഞ് ഇപ്പോൾ രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ 2 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി വന്നുള്ളത്. ആധാരം രജിസ്റ്റർ ചെയ്യുന്ന നിയമങ്ങളാണ്. അപ്പോൾ ആധാരം വന്നു, രജിസ്ട്രേഷനും വന്നു. സ്വാഭാവികമായും നമ്മളൊക്കെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളുകാരും ആധാരം എന്താണെന്ന് ഏകദേശം കണ്ടിട്ടെങ്കിലും ഉണ്ടാകും, ആധാരത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു നിയമം പഠിക്കുമ്പോൾ ഒരു കാര്യത്തിന് ഡിഫൈൻ ചെയ്യലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആധാരം എന്താണ്, അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ടോ? നമ്മളെന്നും കാണുന്ന ഒരു ആധാരത്തിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കുക. ആധാരം എന്താണെന്ന് രജിസ്ട്രേഷൻ ആക്റ്റിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ വേറെ ചില ആക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് 1897 ജനറൽ ക്ലോസസ് ആക്ട്, 1872 തെളിവ് നിയമം, ഈ 2 നിയമങ്ങളിലും ആധാരം എന്താണെന്ന്, അതായത് ഡോക്യുമെൻ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജനറൽ ക്ലോസസ് സെക്ഷൻ 3(18) പിന്നെ തെളിവ് നിയമം സെക്ഷൻ 3 ആധാരം എന്താണെന്ന്, എന്താണ് ഡോക്യുമെൻ്റ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഇങ്ങനെയാണ്: ഒരു കാര്യം രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കാവുന്ന അതോ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും സാധനത്തിൽ അക്കങ്ങളുടെയോ അക്ഷരങ്ങളുടെയോ അടയാളങ്ങളുടെയോ അവ കൊണ്ട് ആ കാര്യം എഴുതുക, പ്രസ്താവിക്കുക, വിശദമാക്കുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സാധനം ഒരു ആധാരമായി തീരുന്നു എന്നാണ് ആ ഡെഫിനിഷനിൽ ഏകദേശം പറയുന്നത്. ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ആധാരം രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ, കലർപ്പില്ലാത്ത തെളിവ് സൂക്ഷിക്കുക, അവകാശരേഖ ഉറപ്പുവരുത്തുക, ആധാരങ്ങൾക്ക് പ്രചാരം കൊടുക്കുക, കൃത്രിമം തടയുക. ഇതാണ് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ രജിസ്ട്രേഷൻ വകുപ്പ് തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. പിന്നെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തു വാങ്ങുന്ന ആളുടെ താല്പര്യം ഉറപ്പിക്കുക, അത് സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളും ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല, വസ്തു കൈമാറ്റ നിയമപ്രകാരം ഒരു ഇടപാട് അത് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ സ്ഥാവര വസ്തുവിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ ഉടമാവകാശവും താല്പര്യവും പിന്നെ അവകാശവുമൊക്കെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം അവകാശം നിലനിൽക്കണമെങ്കിൽ ആ ഇടപാട് രേഖാമൂലം അല്ലെങ്കിൽ രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നിയമപരമായി നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ആധാരം രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഇടപാട് നിലവിലുള്ളതായോ തെളിവായോ അംഗീകരിക്കുകയില്ല. അത് TP ആക്ട് 54 സെക്ഷൻ 54, 59, രജിസ്ട്രേഷൻ ആക്ട് 49, 50 ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ആക്ട് പറയുമ്പോൾ അതിലെ
വകുപ്പുകൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ശരിക്കും. ആ വകുപ്പുകൾ എന്താണെന്ന് വിശദീകരിക്കും. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഇതിൽ പറയുന്ന വകുപ്പുകൾ നിങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകം രജിസ്ട്രേഷൻ ആക്ട് കയ്യിലുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. മാത്രമല്ല ഇതിൽ ഇൻസിഡൻ്റലായി പറഞ്ഞു പോകുന്ന റൂളുകൾ, മാനുവൽ ഉത്തരവുകൾ, അതുപോലെ മറ്റ് നിയമങ്ങളിലെ സെക്ഷനുകളൊക്കെ തന്നെ ഒന്ന് റെഫർ ചെയ്ത് ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതും നന്നായിരിക്കും തോന്നുന്നു. സെക്ഷൻ 2 എന്ന് പറയുന്ന നിർവചനങ്ങളാണ്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് കുറച്ച് ഡെഫിനിഷൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിർവചനങ്ങളിൽ വിവരം എന്താണ്, അഡീഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. എന്താണ് വിവരം? അപ്പോൾ ആധാരത്തിൽ നമ്മൾ കക്ഷിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തും. അപ്പോൾ എന്തൊക്കെയാണ് അതെന്തായിരിക്കും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധാരത്തിൽ നമ്മൾ അങ്ങനെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്? ഈ സെക്ഷൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 2(1) പ്രകാരമാണ് വിവരം. വിവരം എന്ന് പറഞ്ഞാൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന ആളിൻ്റെ താമസ സ്ഥലം, ജോലി, വ്യാപാര നില, സ്ഥാനപ്പേര്, ഇതൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യക്കാരനാണെങ്കിൽ അയാളുടെ അച്ഛൻ്റെ പേരാകാം, ഇനി അമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ആളാണെങ്കിൽ അമ്മയുടെ പേരാകാം. ഇത്രയും കാര്യങ്ങളാണ് വിവരണത്തിൽ വരേണ്ടത്. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ട് വരുന്നത് സ്ഥാവര വസ്തു എന്നുള്ള ഒരു ഡെഫിനിഷനാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ഥാവര വസ്തു എന്താണെന്ന് ഇനി നമ്മൾ ജോലിയിൽ വ്യാപൃതരാകുമ്പോൾ തന്നെ നമുക്ക് സർവീസൊക്കെ ഇനി വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ് സ്ഥാവര വസ്തു, ആ സ്ഥാവര വസ്തുവിനുള്ള പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ആധാരം രജിസ്റ്റർ ചെയ്യും, പ്രത്യേകിച്ച് ബുക്ക് 1 രജിസ്റ്റർ ചെയ്യുന്ന ആധാരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥാവര വസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്തായിരിക്കും സ്ഥാവര വസ്തു എന്ന് കൃത്യമായി ധാരണ ഉണ്ടെങ്കിൽ ഏത് പുസ്തകത്തിലാണ് വരുന്ന ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സ്ഥാവര വസ്തു എന്താണെന്ന് നമ്മൾ ആക്റ്റിൽ പറയുന്നുണ്ട്. അത് സെക്ഷൻ 2(6) സ്ഥാവര വസ്തു എന്ന് പറയുന്നത്. ഈ സ്ഥാവര വസ്തുവിനെ കുറിച്ച് മാനുവൽ ഉത്തരവ് 218(a) വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതും നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. സ്ഥാവര വസ്തു എന്നതിൽ ഭൂമിയും കെട്ടിടങ്ങളും പരമ്പരയായുള്ള അലവൻസുകളും വഴികൾക്കോ വെളിച്ചത്തിനോ കടവുകൾക്കോ മീൻ പിടിക്കലിനോ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന മറ്റു വല്ല അനുഭവത്തിനോ ഉള്ള അവകാശങ്ങളും ഭൂമിയോട് ചേർന്നവയോ ഭൂമിയോട് ചേർന്ന വല്ലതിനോടും സ്ഥിരമായി ഉറപ്പിക്കപ്പെട്ടവയോ ആയ സാധനങ്ങളും ഉൾപ്പെടുന്നതാകുന്നു. എന്നാൽ നിൽക്കുന്ന തടിയോ വളരുന്ന വിളകളോ പുല്ലോ ഉൾപ്പെടുന്നതല്ല. അതാണ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിൽക്കുന്ന തടി ഒരിക്കലും ഒരു സ്ഥാവര വസ്തുവായി കണക്കാക്കില്ല. അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും തടി ഒരിക്കലും എന്തായിട്ട് കണക്കാക്കുന്നില്ല, നമ്മൾ പിന്നെ സ്ഥാവര വസ്തുവായിട്ട് കണക്കാക്കുന്നില്ല. പിന്നെ വളരുന്ന വിളകൾ അത് കണക്കാക്കുന്നില്ല. പുല്ല് ഇതൊന്നും സ്ഥാവര വസ്തു അല്ല, അതൊക്കെ ജംഗമവസ്തുക്കളാണ്. ജംഗമവസ്തു എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന തടി, വളരുന്ന വിളകൾ, പുല്ലുകൾ, വൃക്ഷങ്ങളുടെ ഫലം, നീര്, ഇതൊക്കെ തന്നെയാണ് ജംഗമവസ്തുവിൽ പെടുന്നത്. അപ്പോൾ സ്ഥാവര വസ്തു, ജംഗമവസ്തു. അപ്പം മാനുവൽ ഉത്തരവ് 218(a)യും മാനുവൽ ഉത്തരവ് 218(b)യും ഈ സ്ഥാവര വസ്തുവും ജംഗമ വസ്തുവും ഉൾപ്പെട്ടുള്ള ആധാരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഇനി സെക്ഷൻ 3 സെക്ഷൻ 3 എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ. അതായത് സെക്ഷൻ 3ൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ IGയെ, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷന് നിയമിച്ചിട്ടുള്ളത്. സെക്ഷൻ 3 അനുസരിച്ചിട്ട് സെക്ഷൻ 5 അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ഡിസ്ട്രിക്റ്റുകളും പിന്നെ സബ് ഡിസ്ട്രിക്റ്റുകളും ജില്ലകളും ഉപജില്ലകളും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ സെക്ഷൻ 6 വരുന്നത് രജിസ്ട്രാർമാരും സബ് രജിസ്ട്രാർമാരും, അതായത് ഡിസ്ട്രിക്റ്റിൽ രജിസ്ട്രാർമാരും സബ് ഡിസ്ട്രിക്റ്റിൽ സബ് രജിസ്ട്രാർമാരും. സെക്ഷൻ 7 രജിസ്ട്രാറുടെയും സബ് രജിസ്ട്രാറുടെയും ഓഫീസുകളെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്കറിയാം, ഒരു ഡിസ്ട്രിക്റ്റിൽ പിന്നെ രജിസ്ട്രാർ കച്ചേരി ഉണ്ടാവും, ഓരോ സബ് ഡിസ്ട്രിക്റ്റിൽ സബ് രജിസ്ട്രാർ കച്ചേരി ഉണ്ടാവും. അതിൽ ചില സ്ഥലങ്ങളിൽ ഡിസ്ട്രിക്റ്റ് ഓഫീസിൻ്റെ കൂടെ
ഒരു സബ് രജിസ്ട്രാർ ഓഫീസും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു അമാൽഗമേറ്റഡ് സബ് രജിസ്ട്രാർ ഓഫീസ് ഉണ്ടായിരിക്കും. അത് കൂടാണ്ട് നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വരുന്നതാണ് ഇൻസ്പെക്ടർമാർ, DIGമാർ. DIGമാരെ നിയമിച്ചിട്ടുള്ളത് സെക്ഷൻ 8 പ്രകാരമാണ്. സെക്ഷൻ 8 പ്രകാരം. അപ്പോൾ സെക്ഷൻ 3, സെക്ഷൻ 6, സെക്ഷൻ 8 ഇത് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ IG, പിന്നെ DIG, ഡിസ്ട്രിക്ട് രജിസ്ട്രാർ, സബ് രജിസ്ട്രാർ ഇവരൊക്കെ നിയമിച്ചിട്ടുള്ളത്. ഇനി സെക്ഷൻ 10 എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ ഇടയ്ക്ക് ചില സെക്ഷനിൽ പറയുന്നില്ല, അതൊന്നും ഇപ്പോൾ നിലവിലില്ലാത്ത കാരണമാണ് പറയാത്തത്. സെക്ഷൻ ചിലതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഒമിറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. 10 സബ് രജിസ്ട്രാറുടെ അസാന്നിധ്യം, ആ ഉദ്യോഗത്തിലെ ഒഴിവ്, ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതാണ്. ഈ 10 പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല, ശരിക്കും കേരളീയരെ സംബന്ധിച്ചിടത്തോളം. കാരണം 10 പറയുന്നത് പ്രസിഡൻസി ടൗൺ ഉൾപ്പെട്ട ഒരു ഡിസ്ട്രിക്റ്റിലെ രജിസ്ട്രാറും പ്രസിഡൻസി ടൗൺ അല്ലാത്ത പിന്നെ ഡിസ്ട്രിക്റ്റിലെ രജിസ്ട്രാറൊക്കെ അവധിയിലാവുമ്പോഴോ ഡ്യൂട്ടിക്ക് ഇല്ലാതാവുമ്പോഴോ ആ സ്ഥാനം ഒഴിഞ്ഞെടുക്കുമ്പോഴോ എന്ത് ചെയ്യണമെന്നാണ്. അത് സാധാരണ IGR ആരെങ്കിലും നിയമിക്കും, അല്ലെങ്കിൽ സർക്കാർ ആ ഒഴിവ് നികത്തും, അതുവരെ തുടരുന്നതാണ്. അതിൽ പ്രസിഡൻസി ടൗൺ പെടാത്ത ഡിസ്ട്രിക്റ്റിലെ ഒഴിവ് വരുമ്പോൾ ജില്ലാ ജഡ്ജിക്ക് ഡിസ്ട്രിക്റ്റ് രജിസ്ട്രാറായിട്ട് ആക്ട് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ഇനി 11 11 തൻ്റെ ഡിസ്ട്രിക്റ്റിൽ ഡ്യൂട്ടിയിൽ ഇരിക്കിയാൽ രജിസ്ട്രാർ ഹാജരാകാതിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 11 ഡിസ്ട്രിക്ട് രജിസ്ട്രാർ സാധാരണ രീതിയിൽ ഹാജരായില്ലെങ്കിൽ, അവധിയിലാണെങ്കിൽ എന്ത് ചെയ്യും, അവധിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു പറയാം. അത് നമുക്ക് റൂള് 11 കൃത്യമായി പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ ചട്ടം 11(1) പറയുന്നത്, ഇപ്പോൾ ഡിസ്ട്രിക്ട് രജിസ്ട്രാറുടെ ചുമതല അപ്പോൾ അമാൽഗമേറ്റഡ് സബ് രജിസ്ട്രാർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സെക്ഷൻ 12 വരുന്നത് സബ് രജിസ്ട്രാർമാരുടെ അസാന്നിധ്യത്തിൽ എങ്ങനെയാണ് ഓഫീസ് കൊണ്ടുപോകേണ്ടതാണ്. അത് റൂള് 10(1) പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു സബ് രജിസ്ട്രാർ ഇല്ലെങ്കിൽ ജൂനിയർ സൂപ്രണ്ടിന് ചാർജ് കൊടുക്കണം, ജൂനിയർ സൂപ്രണ്ട് ഇല്ലെങ്കിൽ ഹെഡ് ക്ലർക്കിന് കൊടുക്കണം, ഹെഡ് ക്ലർക്ക് അവധിയിലാണെങ്കിൽ പിന്നെ സീനിയർ UD ക്ലർക്കിന് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഓഫീസ് പിന്നെ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത് ഓരോരുത്തരെ അസാന്നിധ്യത്തിൽ. അപ്പോൾ DR ഇല്ലാതെ ആയിരിക്കുന്ന സമയത്ത്, DR പിന്നെ ലീവിന് പോകുമ്പോൾ ASRനായിരിക്കും ആ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാറ് സാധാരണയായിട്ട്. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ 15 സെക്ഷൻ 15 വരുന്നത് രജിസ്റ്ററിങ് ഓഫീസർമാരുടെ മുദ്രയാണ്. അത് ഇപ്പോൾ ജില്ലാ രജിസ്ട്രാർക്ക് മുദ്രയുണ്ടായിരിക്കും, പിന്നെ സബ് രജിസ്ട്രാർമാർക്ക് മുദ്രയുണ്ടായിരിക്കും. ഈ മുദ്രയിൽ കൃത്യമായി അതിൻ്റെ വേഡിങ്സ്, അതിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് നമ്മൾ നിയമത്തിൽ പറയുന്നത് തന്നെയായിരിക്കും രേഖപ്പെടുത്തുന്നത്. ഇന്ന രജിസ്ട്രാറുടെ അല്ലെങ്കിൽ ഇന്ന സബ് രജിസ്ട്രാറുടെ മുദ്ര എന്ന് തന്നെ രേഖപ്പെടുത്തണം. അല്ലാതെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരു സാധനം എഴുതി ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന രജിസ്ട്രാറുടെ മുദ്ര, ഇന്ന സബ് രജിസ്ട്രാറുടെ മുദ്ര എന്ന് ആലേഖനം ചെയ്തിട്ടുള്ളതായിരിക്കണം ഓരോ ഓഫീസിലെയും, അതായത് റെസ്പെക്റ്റീവ് ഓഫീസിൻ്റെ പിന്നെ മുദ്ര വരേണ്ടത്. പിന്നെ നമ്മൾ ഓഫീസിൽ വരുന്ന ഉപയോഗിക്കുന്നത് കണ്ടമാനം രജിസ്റ്ററുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് തരേണ്ടത് സർക്കാരാണ്. ഫോമുകളുണ്ട്, ഇതൊക്കെ തരേണ്ടത് സർക്കാരാണ്. മാത്രമല്ല എല്ലാ ഓഫീസുകളിലും ഈ തീഭയമില്ലാതെ, തീ പിടിക്കാതെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചെസ്റ്റ്, ഒരു പെട്ടിയും സർക്കാർ തരേണ്ടതാണ്. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് സെക്ഷൻ 16. അപ്പോൾ സെക്ഷൻ 16 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫോമുകളുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ തരുമ്പോൾ അതിന് പിന്നെ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിൽ ടൈറ്റിൽ പേജിൽ അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം, പേജ് നമ്പർ ഇട്ടിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്ത സെക്ഷൻ 17 അത് ഭാഗം 3 കടന്നു. നമ്മൾ 2 ഭാഗം വളരെ വേഗം കഴിഞ്ഞ് ഭാഗം 3 വരുമ്പോൾ കുറച്ചും കൂടി ഇത്തിരിയും കൂടി പ്രായോഗികമായി നമ്മൾ ഇടപെടുന്ന ചില വിഷയങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൽ
17 പറയുന്നത് ഏതൊക്കെ ആധാരങ്ങളാണ് കമ്പൽസറിലി രജിസ്റ്ററബിൾ ആയിട്ടുള്ള, രജിസ്റ്റർ ചെയ്തേ തീരൂ എന്ന് പറയുന്ന ആധാരങ്ങൾ ഏതൊക്കെയാണെന്നാണ് സെക്ഷൻ 17 പറയുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. മാനുവൽ ഉത്തരവ് 218A അത് കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ ആധാരം. ഞാൻ നേരത്തെ സ്ഥാവരവസ്തു പറഞ്ഞപ്പോഴും പറഞ്ഞു 218A. അത് തന്നെയാണ് ഇവിടെയും. അത്തരം ആധാരങ്ങളാണ് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അത് നമുക്കൊന്നാലും ഒന്ന് നോക്കാം. അതായത് എല്ലാ ദാനാധാരങ്ങളും ദാനാധാരത്തിനെ കുറിച്ച് പറയുന്ന വസ്തു കൈമാറ്റ നിയമം 122 സെക്ഷൻ 122 എല്ലാ ദാനാധാരം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ദാനം മാത്രമല്ല ധനനിശ്ചയമുണ്ട്. പക്ഷേ ധനനിശ്ചയത്തിനെ കുറിച്ചിട്ട് സ്റ്റാമ്പ് ആക്റ്റിൽ പറയുന്നുള്ളൂ, വസ്തു കൈമാറ്റ നിയമത്തിൽ അതിനെ കുറിച്ചിട്ട് ഇല്ല. ദാനവും ധനനിശ്ചയവും വസ്തു കൈമാറ്റ നിയമപ്രകാരം ഒന്ന് തന്നെയാണ്. അപ്പോൾ ദാനാധാരങ്ങൾ എല്ലാതും രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഒരു സംവത്സരത്തിൽ കൂടുതൽ, അതായത് 1 വർഷത്തിൽ കൂടുതൽ വരുന്ന എല്ലാ പാട്ടച്ചീട്ടുകളും രജിസ്റ്റർ ആക്കണം. അത് ഇതിൽ വരുന്ന കാര്യമാണ്. ഇനി സെക്ഷൻ 18 സെക്ഷൻ 18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട സാധനങ്ങളാണ്. മനസ്സുണ്ടെങ്കിൽ അതിലിടയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ടാത്ത ആധാരങ്ങൾ വേറെയുണ്ട്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ സെയിൽ സർട്ടിഫിക്കറ്റുകൾ അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഗവൺമെൻറ് നൽകുന്ന സ്ഥാവര വസ്തുവിൻ്റെ ദാന ആധാരം, ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ നടത്തുന്ന ഭാഗത്തിൻ്റെ ഏതെങ്കിലും കരണങ്ങൾ, ഇതൊന്നും കമ്പൽസറിലി രജിസ്റ്ററബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല. സെക്ഷൻ 18 പറയുന്നത് മനസ്സുണ്ടെങ്കിൽ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ആധാരങ്ങളുണ്ട്. അത്തരത്തിലെ ആധാരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 17 പറയാത്ത ആധാരങ്ങളും ഈ സ്ഥാവര വസ്തുവിൽ 100 രൂപയിൽ കുറവ് വിലയുള്ള ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടാക്കുകയോ അത് ക്ലിപ്തപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ, അത് ഭാവിയിലാകാം ഇപ്പോഴാകാം, അങ്ങനെ ചെയ്യുന്ന ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല ഇഷ്ടമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഇതിൽ ഒരു കാര്യം ആലോചിക്കണം, മരണപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. മരണപത്രം കമ്പൽസറിലി രജിസ്റ്ററബിൾ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് അല്ല. ഇനി സെക്ഷൻ 19 അതും നമുക്ക് പ്രായോഗികമായിട്ട് വരുന്ന സംഭവമാണ്. നമുക്കറിയാം, നമ്മളെ ഓഫീസിൽ ഒരു ആധാരം രജിസ്റ്റർ കൊണ്ടുവന്നു, ഒരാളൊരു ആധാരം കൊണ്ടുവന്നു. ആധാരം കൊണ്ടുവന്നപ്പോൾ നോക്കിയപ്പോൾ അത് മലയാളത്തിലോ അല്ല ഇംഗ്ലീഷിലോ അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾക്ക് നിയമം മൂലം അംഗീകരിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് അംഗീകൃത ഭാഷ, അതായത് ചട്ടം 21 പറയുന്ന അംഗീകൃത ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും. വേറെ ജില്ലകളിൽ തമിഴും അംഗീകരിച്ചിട്ടുണ്ട്, കന്നഡയും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. വേറെ ജില്ല എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ, ഇടുക്കി ജില്ലയിലൊക്കെ ചില സബ് ഡിസ്ട്രിക്റ്റുകളിൽ, ഇപ്പോൾ ഉദാഹരണം പാലക്കാടാണെങ്കിൽ നെന്മാറ, ചിറ്റൂർ തുടങ്ങിയ സബ് ഡിസ്ട്രിക്റ്റുകളിലും, ഇടുക്കിയിലാണെങ്കിൽ പീരുമേട്, ദേവികുളം ഈ സബ് ഡിസ്ട്രിക്റ്റുകളിൽ തമിഴ് അംഗീകൃത ഭാഷയാണ്. കാസർഗോഡ് കടന്നാൽ ഹോസ്ദുർഗ്, മഞ്ചേശ്വരം, കാസർഗോഡ്, തൃക്കരിപ്പൂർ തുടങ്ങിയ സബ് ഡിസ്ട്രിക്റ്റുകളിൽ കന്നഡയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആധാരത്തിൻ്റെ ഒരു തർജ്ജമ അതിൻ്റെ കൂടെ ഹാജരാക്കിയേ തീരും, എങ്കിൽ മാത്രമേ ആധാരം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ തർജ്ജമ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് രജിസ്ട്രാർ ഏത് ആധാരത്തിലാണ്, തർജ്ജമയിലാണോ അല്ലെങ്കിൽ ഒറിജിനലി കന്നഡയിൽ, അതായത് അംഗീകൃത ഭാഷയായിട്ടുള്ള മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒഴികെയുള്ള മറ്റ് ഭാഷകളിൽ തയ്യാറാക്കി വരുന്ന ആധാരത്തിലാണോ പുറത്തെഴുത്ത് നടത്താൻ സെക്ഷൻ 58, 59, 60 പ്രകാരമാണ് ഇപ്പോൾ പുറത്തെഴുത്ത്. 58 എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തെഴുത്തിൽ വേണ്ടതെന്ന് പറയുന്നത്. 59 ഈ പുറത്തെഴുത്ത് നടത്തുമ്പോൾ അതിനൊക്കെ തീയതി വെച്ച് ഒപ്പിടണം ഓരോ പുറത്തെഴുത്തിൻ്റെ അടിയിലും എന്ന് പറയുന്നുണ്ട്. 60 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചേർക്കേണ്ടത്. അതൊക്കെ ഏതിൽ ചേർക്കും? അത് ചേർക്കേണ്ടത് ഈ ഒറിജിനലാണ്. തർജ്ജമ നമുക്ക് പിന്നെ മെമ്മോ അയക്കാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ തർജ്ജമ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരാൾ, അത് ആധാരം ഹാജരാക്കുന്ന ആളാണ് ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടത്. പിന്നെ വരുന്നതാണ് 19A പറയുന്നത്. 19A പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ആധാരം ഹാജരാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഫയലിംഗ് ഷീറ്റും കൊണ്ടുവരുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഫയലിംഗ് ഷീറ്റ്?
ഫയലിംഗ് ഷീറ്റ് പണ്ടൊന്നും ഫയലിംഗ് ഷീറ്റ് ആയിരുന്നു. 1968 ഈ ഫയലിംഗ് ഷീറ്റ് വരുന്നത്. അതിനു മുമ്പ് ആധാരം മാത്രമേ കൊണ്ടുവരുള്ളൂ. ആ ആധാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ക്ലർക്കുമാർ ആധാരം മൊത്തം നമ്മൾ വോളിയൂംസിലേക്ക് പകർത്തി എഴുതുക ചെയ്യുന്നത്. ഇന്ന് ഫയലിംഗ് ഷീറ്റ് അടക്കം ഹാജരാക്കുന്നുണ്ട്. അത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? അതാണ് 19A വരുന്നത്. 19A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഹാജരാക്കുന്ന പ്രമാണങ്ങളുടെ കൂടെ അവയുടെ ശരിപ്പകർപ്പുകൾ ഉണ്ടായിരിക്കണം എന്നാണ് 19A നിഷ്കർഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് ബൈൻഡ് ചെയ്തിട്ട് വോളിയം ഉണ്ടാക്കുന്നു. പണ്ട് അങ്ങനെയല്ല, വോളിയം തന്നെയായിരുന്നു, അതിൽ പകർത്തുകയാണ് ചെയ്തത്. അപ്പോൾ യാതൊരു കാരണവശാലും ഒരു പ്രമാണത്തിൻ്റെ കൂടെ ശരിപ്പകർപ്പ് ഇല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുവാൻ പാടില്ല. പിന്നെ അപ്പോൾ സെക്ഷൻ 19 അനുസരിച്ചിട്ട് 19 പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് റിഫ്യൂസ് ചെയ്യാം ആധാരം. സെക്ഷൻ 19A പ്രകാരവും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം പാലിച്ചില്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യാം. സെക്ഷൻ 20 ഉണ്ട്. 20 എന്ന് പറയുകയാണെങ്കിൽ ആധാരത്തിൽ ഇടയ്ക്ക് എഴുതി ചേർക്കുക, വിട്ടുകളയുക, വെട്ടുക, തിരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് അറ്റസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത്, സെക്ഷൻ 20 പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആധാരം നമുക്ക് റിഫ്യൂസ് ചെയ്യാം. റൂള് 191 കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് ഏതൊക്കെ സെക്ഷൻ അനുസരിച്ചിട്ടാണ് ഒരു സബ് രജിസ്ട്രാർക്ക് ആധാരം റിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് കൃത്യമായിട്ട് അക്കൗണ്ട് പറയുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആധാരമാണ് അവിടെ രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും കണ്ടുവരുന്നതാണ്, വായിച്ചില്ല ഇത് ശരിയാവില്ല കേട്ടോ, ഞാൻ രജിസ്റ്റർ ചെയ്ത് തരില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു സബ് രജിസ്ട്രാർക്ക്. ഈവൻ ഈ പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ നമുക്ക് തരുന്നു, ഇന്ന ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത്, അത് ആകെ പ്രശ്നമാണ്, അതിൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും സബ് രജിസ്ട്രാർക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഏതൊക്കെ സർക്കംസ്റ്റൻസിൽ, ഏതൊക്കെ അവസ്ഥയിൽ, എപ്പോഴൊക്കെ ആധാരങ്ങൾ റിഫ്യൂസ് ചെയ്യാമെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിയമത്തെ പിൻബലം കിട്ടണമെങ്കിൽ നമ്മൾ ആ അവസ്ഥകൾ വരുമ്പോൾ മാത്രമേ ആധാരം റിഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 20 അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആധാരത്തിൽ അവിടെ വിട്ടിരിക്കുന്നു, ഇവിടെ വെട്ടിയിരിക്കുന്നു, ഇവിടെ തിരുത്തിയിരിക്കുന്നു, അതൊക്കെ അറ്റസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആധാരം റിഫ്യൂസ് ചെയ്യാം. പിന്നെ ആധാരവുമായി ബന്ധപ്പെട്ട അടുത്ത് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആധാരം സെക്ഷൻ 21 കൃത്യമായി പറയുന്നുണ്ട്, ഒരു ആധാരത്തിൽ വസ്തുവിവരങ്ങൾ അത് വേണ്ടവണ്ണം വസ്തുവിനെ തിരിച്ചറിയത്തക്ക വിധം ആ വസ്തു വിവരിച്ചിട്ടില്ലെങ്കിൽ ആധാരം ഇതിന് വിവരിക്കണമെന്ന് പറയുന്നത്. അതായത് ഞാൻ ആ റിഫ്യൂസലിൻ്റെ കാര്യം പറയാം, അപ്പോൾ അതും വേണമെങ്കിൽ മടക്കി കൊടുക്കാവുന്നുള്ളൂ. ഇതിൽ ആധാരം വസ്തു തിരിച്ചറിയാവുന്ന വിധത്തിൽ വസ്തു വിവരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി കൊടുക്കാം. വസ്തു എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് റൂളിൽ പറയുന്നുണ്ട്. ചട്ടം 26 പ്രകാരം വസ്തു വിവരിക്കേണ്ടത് പട്ടികയിലാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പട്ടിക രൂപത്തിലായിരിക്കണം വസ്തു വിവരിക്കേണ്ടത്. അപ്പോൾ വസ്തുവിൽ എന്തൊക്കെയാണ് വിവരിക്കേണ്ടതെന്ന് ചട്ടം 23 കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 21 22 ഇത് തന്നെയാണ് പറയുന്നത്. സെക്ഷൻ 22 പ്ലാനുകളൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പോൾ നോട്ടിഫൈഡ് ഏരിയാസിലൊക്കെ ആണെങ്കിൽ പിന്നെ വീട് പ്ലാന് അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഹാജരാക്കണമെന്ന് പറയുന്ന ഭാഗമാണ് സെക്ഷൻ 22. നമ്മൾ ഇതുവരെ 22 സെക്ഷനുകൾ നമ്മൾ കൈകാര്യം ചെയ്തു. അതായത് 3 ഭാഗങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള 22 സെക്ഷനുകളെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ഇതുവരെയുള്ള ക്ലാസ് കേട്ട് ആക്ട് റെഫർ ചെയ്ത് സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഏതായാലും ഈ കൊറോണ കാലത്ത് അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കിപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യമില്ല, ആളുകൾ കൂടാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ആശയം അത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വിപ്ലവകരമായൊരു മാറ്റത്തിന് നാന്ദി കുറിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പഠനത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഈ സൗകര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഏതായാലും ഇത്തരത്തിൽ ടെസ്റ്റ് ക്വാളിഫൈഡ് ആകുവാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ ജീവനക്കാരെ സഹായിക്കുവാൻ KRSA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. അവരെ ഈ സന്ദർഭത്തിൽ
ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.